ഓക്കെ. ഈ ഒരു ക്വസ്റ്റ്യൻ 2024 CHS ക്വസ്റ്റ്യൻ ആണ്. ഇത് ലീനിയർ റേസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് പറയുന്നത് 2 കിലോമീറ്റർ ലീനിയർ റേസിൽ പി 2 കിലോമീറ്റർ ഫിനിഷ് ചെയ്യാനായിട്ട് 2000 സെക്കൻഡ് എടുക്കുന്നു. ക്യൂ ആണെങ്കിൽ 220 സെക്കൻഡ് എടുക്കുന്നു. ദെൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പി ആൻഡ് ക്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആദ്യം നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമേ രണ്ടുപേരും ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് സെയിം ആണ്. അതായത് നമുക്കറിയാം D=S×T എന്നറിയാം. അപ്പോൾ ഡിസ്റ്റൻസ് സെയിം ആയ സ്ഥിതിക്ക് അവരുടെ സ്പീഡിൻ്റെ റേഷ്യോൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും ടൈമിൻ്റെ റേഷ്യോ. ഓക്കെ, ടൈമിൻ്റെ റേഷ്യോ. അപ്പോൾ നമുക്ക് പിൻ്റെയും ക്യൂവിൻ്റെയും സ്പീഡിൻ്റെ റേഷ്യോ എടുക്കാനായിട്ട് ആക്ച്വലി നമുക്ക് അവരുടെ ടൈമിൻ്റെ റേഷ്യോൻ്റെ ഇൻവേഴ്സ് എടുത്താൽ മതി. അതായത് ക്യൂ എടുക്കുന്ന ടൈം ഇവിടെ എഴുതുക, പി എടുക്കുന്ന ടൈം ഇവിടെ എഴുതുക. കട്ട് ചെയ്ത് വരുമ്പോൾ 11:10 എന്ന് പറഞ്ഞ് വരും. ഇനി അടുത്ത കേസിൽ വീണ്ടും ഒരു ഓടുവാണ്, ഒരു റേസാണ്. അപ്പോൾ ഈ ഓട്ട മത്സരത്തിൽ പി ജയിക്കുന്നു. പി ജയിക്കുമ്പോൾ ക്യൂ എവിടെ എത്തി? ഓക്കെ, പി ഒരു ടി ടൈം കൊണ്ട് ഫിനിഷ് ചെയ്യുമ്പോൾ ക്യൂ എവിടെ എത്തി? അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് ആയിരിക്കുമല്ലോ അവർ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇവിടെ ടൈം സെയിം ആണ്. ഇവിടെ രണ്ടുപേരും എടുക്കുന്ന ടൈം സെയിം ആണ്. ടൈം സെയിം ആണെങ്കിൽ നമുക്കറിയാം ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡിൻ്റെ റേഷ്യോയ്ക്ക് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ പി ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് 11 ആയിരിക്കും, ക്യൂ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് 10 ആയിരിക്കും. ഇവർ തമ്മിലുള്ള വ്യത്യാസം 1 യൂണിറ്റ് ആയിരിക്കും. അതായത് നമുക്കറിയാം 11 യൂണിറ്റ് അത് പി ട്രാവൽ ചെയ്ത അത് ഈക്വൽ ടു 2000 ആണെന്നറിയാം. അപ്പോൾ 1 യൂണിറ്റ് എത്ര വരും? 2000/11. 2000/11 ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, 2020 ഒരു പ്രാവശ്യം പോവും, ബാക്കി പോയിട്ട് 90 വരും, 90-ൽ 8 പ്രാവശ്യം പോവും, ബാക്കി പോയിട്ട് 10 വരും, 10-ൽ ഒരു പ്രാവശ്യം പോവും, ദെൻ 9/11. ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒറിജിനൽ വേ. അപ്പോൾ നമ്മളിത് ചെയ്തപ്പോൾ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞായിരുന്നു ഇത് വേറൊരു വഴി ചെയ്ത് കഴിഞ്ഞാൽ കിട്ടത്തില്ല എന്ന്. കറക്റ്റാണ്. ആ വഴി കൂടി ഞാൻ ഇതിനകത്ത് മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ അതിൽ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 2 കിലോമീറ്റർ റേസ് പി ഫിനിഷ് ചെയ്യാനായിട്ട് 200 സെക്കൻഡ് എടുക്കുന്നു. ഓക്കെ, 2 കിലോമീറ്റർ റേസ് പി ഫിനിഷ് ചെയ്യാനായിട്ട് 200 സെക്കൻഡ് എടുക്കുന്നു. ഓക്കെ, ആ 200 സെക്കൻഡ് എടുക്കുന്നു. ക്യൂ ആണെങ്കിൽ 220 സെക്കൻഡ്. അപ്പോൾ ഇവരുടെ ഇടയിൽ ഒരു ടൈമിൻ്റെ വ്യത്യാസമുണ്ട്, 20 സെക്കൻഡ്. 20 സെക്കൻഡ് ടൈം വ്യത്യാസമുണ്ട്. ആ 20 സെക്കൻഡ് എന്തുകൊണ്ടായിരിക്കും ക്യൂ കൂടുതൽ എടുത്തത്? കാരണം ക്യൂവിന് ഈ ഒരു ഡിസ്റ്റൻസ്, ഇപ്പോൾ ക്യൂ ഈ പി ഫിനിഷ് ചെയ്യുമ്പോൾ ക്യൂ ഇവിടെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ക്യൂ എന്തിനായിരിക്കും 20 സെക്കൻഡ് എക്സ്ട്രാ എടുത്തിട്ടുണ്ടാകുന്നത്? ക്യൂവിന് ആ ബാക്കിയുള്ള ഡിസ്റ്റൻസ് കവർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ആക്ച്വലി 220 വേണം നമ്മുടെ ക്യൂവിന് 2000 മീറ്റർ ഓടാൻ. അങ്ങനെയാണെങ്കിൽ ക്യൂവിന് ആ 20 സെക്കൻഡ് കൊണ്ട് എത്ര കവർ ചെയ്യാൻ പറ്റിയെന്ന് നമുക്ക് നോക്കിയാൽ പോരെ? 20 സെക്കൻഡ് കൊണ്ട് എത്ര കവർ ചെയ്യാൻ പറ്റി എന്ന് നമ്മൾ നോക്കിയാൽ പോരെ? അല്ലെങ്കിൽ എത്ര കവർ ചെയ്യണം എന്ന് നമ്മൾ നോക്കിയാൽ പോരെ? അതായിരിക്കും ഇതിൻ്റെ ആൻസർ. അതായത് ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ, പിക്ക് 200 സെക്കൻഡ് വേണം, ക്യൂവിന് 220 സെക്കൻഡ് വേണം. എന്തിനാണ് ഇനി ക്യൂവിന് 220 സെക്കൻഡ് വേണ്ടത്? കാരണം ഈ പി ഇവിടെ 200 എത്തി ഫിനിഷ് ചെയ്തു. അപ്പോൾ ആ 200 കഴിഞ്ഞിട്ട് ഒരു ക്യൂ 20 കൂടി എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. ആ 20 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പുറകിലുള്ള ആ ഡിസ്റ്റൻസ് കവർ ചെയ്യാനാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് 2000/220 ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ആൻസർ ഇതിൻ്റെ ആൻസറായിട്ട് കിട്ടും. സോ ഈ ഒരു വഴിയും ഇതിൽ പോസിബിൾ ആണ്.